Hello friends, welcome back to our channel Mums Daily. ഇന്നൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും പഴയ സോക്സ് ഉണ്ടാവും, അതല്ല ഇനിയിപ്പോൾ പെയറില്ലാത്ത ജോഡികളൊന്നും ഇല്ലാത്ത സോക്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇനി കളയാൻ നിൽക്കണ്ട. അങ്ങനത്തെ സോക്സുകൾ നമുക്ക് ഇനി എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു 10 കാര്യങ്ങളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോട്ട് കിടക്കാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. ഈ സോക്സ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന എണ്ണക്കുപ്പി ഉണ്ടല്ലോ, നമ്മൾ വെളിച്ചെണ്ണ കുപ്പി ഉണ്ടാവും. ആ കുപ്പിയുടെ പുറത്തൊക്കെ എപ്പോഴും എണ്ണമയം കാണും, അല്ലെങ്കിൽ നമ്മളത് വെക്കുന്നിടത്തൊക്കെ ഓരോ വട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആണ് ഞാൻ ഈ സോക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. ഈ താഴത്തെ ആ ഒരു മൂടി കിടക്കുന്ന ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത ഭാഗം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഈ സോക്സിന് 2 ഓപ്പണിംഗ് ആയി. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇതുപോലെ ഒരു ഉടുപ്പ് പോലെ അങ്ങ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോക്സ് ഇടുന്ന സോക്സിൻ്റെ ആ ഫ്രണ്ട് ഭാഗം മേലെ വരണം, കട്ട് ചെയ്ത ഭാഗം താഴെ വരണം. ഇതാ നല്ല ഭംഗിയുള്ള നല്ലൊരു കുട്ടി ഉടുപ്പാണ് ഇപ്പം നമ്മൾ നമ്മുടെ ഓയിലിൻ്റെ ബോട്ടിലിന് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള കളർഫുള്ളാണുള്ള സോക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇതാവുമ്പം ഇതിൻ്റെ താഴെ ഇങ്ങനെ മൂടിക്കെടുക്കുന്നത് കൊണ്ട് ഇത് താഴെ വട്ടം വരുമോ, റിങ് പോലെയൊക്കെ വരുമല്ലോ, അങ്ങനെയൊന്നും വരത്തില്ല. പിന്നെ ഇനി ഓയിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വീണെന്നാൽ പോലും ആ സോക്സിൽ അത് പറ്റിപ്പിടിച്ചിരുന്നോളും, വേറെ ഒരു കുഴപ്പമില്ല. നമുക്കിത് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ 1. അടുത്തത് ടിപ്പ് നമ്പർ 2. ഇനി നമ്മുടെ കബേർഡിലൊക്കെ എപ്പോഴും, പ്രത്യേകിച്ച് അടുക്കളയുടെ കബേർഡിലൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ പാറ്റ മണമായിരിക്കാം, ചിലപ്പം ഇങ്ങനെ മൂടി കെട്ടിയിട്ടുള്ള മണമായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള മണം വരുമ്പം അത് നമുക്കത് മണം മാറ്റാനുള്ള ഒരു സൂത്രമാണിത്. കാപ്പിപ്പൊടിയാണിത്. കാപ്പിപ്പൊടി എന്ന് പറയുന്നത് എല്ലാ ചീത്ത മണങ്ങളും വലിച്ചെടുക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. ഈ സോക്സിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി മതിയായിരിക്കും. അത് നല്ല ഡ്രൈ ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ ആവണം. എന്നിട്ട് നമുക്ക് ഈ ഒരു സോക്സിനകത്തോട്ട് ഇതൊന്ന് നിറച്ച് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് എവിടെ നിന്നാണോ സ്മെല്ല് വരുന്നത്, ഇപ്പോൾ ഒരു ഷെൽഫിനകത്താണോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തുണി വെച്ചിരിക്കുന്ന ഷെൽഫിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കതിനകത്ത് ഇതുപോലെ കെട്ടി അങ്ങ് ഇട്ടേക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കിച്ചൻ്റെ ഈ ഒരു ഷെൽഫിനകത്താണ് ഞാനിത് ഈ ഒരു കോഫി പൗഡറിൻ്റെ ഈ ഒരു സോക്സ് കെട്ടിയത് ഇതിനകത്താണ് ഇട്ട് വയ്ക്കുന്നത്. ഇത് ഒരു 2 ആഴ്ച വരെ ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി ഉപയോഗിക്കാം. അടുത്തത് ടിപ്പ് നമ്പർ 3. നമ്മുടെ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾ പോകുന്ന ആ ഷൂസൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്ത് ഷൂസ് ആയിക്കോട്ടെ, ആ ഷൂസൊക്കെ പോളിഷ് ചെയ്യാനുള്ള ഒരു സൂത്രമാണ് നമ്മളിന്ന് ഈ സോക്സ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന. ഒരു സോക്സ് എടുക്കുക, പഴയൊരു സോക്സ് എടുക്കുക, കയ്യിലിടുക. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ബ്രഷ് ഒന്നും തപ്പിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് വരും, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഒരു വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ലൈറ്റായി തൂത്ത് നമുക്കിതൊന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ആ ഷൂസ് നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും. അടുത്തത് ടിപ്പ് നമ്പർ 4. ഇതാ നമ്മുടെ വീട്ടിലുള്ള ഷൂസിനകത്തുനിന്ന്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഷൂസിനകത്തുനിന്നൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചീത്ത മണം ഉണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലമാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇതാണ് ഞാൻ അപ്പക്കാരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അല്ല ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഒരു പഴയ സോക്സിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഈ സോക്സിനകത്ത് നിറച്ച് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിക്കൊടുത്തിട്ട് ഏത് ഷൂസിനകത്ത് നിന്നാണോ മണം വരുന്നത് ആ ഷൂസിനകത്ത് ഒരു രാത്രി മുഴുവൻ അങ്ങ് ഇട്ട് വെച്ചേക്കണം. ചുമ്മാ അങ്ങ് ഇട്ട് വെച്ചാൽ മതി. ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് എല്ലാ ചീത്ത മണങ്ങളും വലിച്ചെടുക്കുന്ന ഒന്നാണ്. പ്രത്യേക ഒരു മണം അത് തരുമൊന്നുമില്ല, പക്ഷേ എല്ലാ ചീത്ത മണങ്ങളും അത് വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ കെട്ടി ഈ ഒരു ഷൂസിനകത്ത് ഒരു രാത്രി മുഴുവൻ ഇട്ട് വെക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ആ ഷൂസിനകത്തുള്ള എല്ലാ മണവും അങ്ങ് പോയിക്കോളും. അടുത്തത് ടിപ്പ് നമ്പർ 5. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു വേദന വന്നു, നമുക്കൊന്ന് ചൂട് കൊള്ളണം, അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ എന്ത് റൈസാണ് ഉള്ളത്, നല്ല എന്ത് റൈസാണെങ്കിലും കുഴപ്പമില്ല, ആ റൈസ് ഞാനൊരു 1-2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സോക്സിനകത്തോട്ട് ഈ ഒരു അരി നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇട്ട് നമുക്കിതൊന്ന് നിറയ്ക്കാം. നിറച്ച് കഴിഞ്ഞ് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം.
അത് 2 കപ്പോളം അരി നിറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാം. ഇനി മൈക്രോവേവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു പാത്രത്തിലകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം നമുക്കൊരു ഫ്രൈയിങ് പാൻ ഉണ്ടെങ്കിൽ ആ ഫ്രൈയിങ് പാനിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എവിടെയാണോ വേദന അവിടെ നല്ല സുഖത്തിലാണ് നമുക്ക് ആവി പിടിക്കാം അല്ലെങ്കിൽ ചൂട് പിടിക്കാൻ പറ്റും. അത്രയും സുഖമായിരിക്കും കേട്ടോ. അടുത്തത് ടിപ്പ് നമ്പർ 6. നമ്മുടെ വീട്ടിൽ ചായ കുടിക്കുന്ന മഗ് ഉണ്ടാവും. ഇതുപോലത്തെ വലിയ മഗ് ഉണ്ടാവും, അല്ലെങ്കിൽ പിടിയുള്ള മഗ് ഉണ്ടാവും, പിടിയില്ലാത്തത് ഉണ്ടാവും. ഞാനിപ്പോൾ പിടിയുള്ള ഒരു മഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഈ മഗ്ഗിന് നല്ല ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് ചൂടോടുകൂടെ കുടിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല, അത് അത്രയും ചൂടായതുകൊണ്ട്. അപ്പോൾ അതിനും ഈ ഒരു കുഞ്ഞൊരു ഉടുപ്പ് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. ഈ സോക്സിൻ്റെ ആങ്കിളിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സോക്സിൻ്റെ നമ്മൾ ഉപ്പിറ്റീര ആ ഒരു ഭാഗം വരില്ലേ, അതിൻ്റെ മേലൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ താഴെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം അതൊന്നെടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി അതിൻ്റെ മേലത്തെ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ മേലെ ഉള്ള സോക്സിൻ്റെ ശരിക്കുള്ള മേലെയുള്ള ഭാഗം മേലെ വരും, നമ്മൾ വെട്ടിയ ഭാഗം താഴെ വരും. ഇനി നമുക്കിതിനൊരു ഒരു എന്താ പറയുക, പിടി ഉണ്ടല്ലോ ഈ ഒരു മഗ്ഗിന്. ആ പിടി ഉള്ളത് കൊണ്ട് ആ പിടിക്കും നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കണം. അതിനായിട്ട് സോക്സിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ തൊട്ട് സൈഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുകയാണ്. ഒത്തിരി വലുതായിട്ട് വെട്ടിക്കൊടുക്കരുത്, കാരണം സോക്സാണ്, നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്തോളും. അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഈ ഒരു പരുവത്തിനാണ് ഞാൻ വെട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സോക്സിൻ്റെ ശരിക്കുള്ള ആ ഒരു ഓപ്പണിംഗ് മേലെ വരുന്ന തരത്തിൽ നമുക്കിതൊന്ന് ഉടുപ്പിടിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ രാവിലെ നല്ല ചൂടോടെ കൂടെ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഇത് പിടിച്ചിട്ട് തന്നെ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ചായ കുടിക്കാൻ പറ്റും, അല്ലെ കാപ്പി കുടിക്കാൻ പറ്റും. ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പറഞ്ഞോണം നമുക്ക് നല്ല ഭംഗിയുള്ള സോക്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർഫുള്ളായിട്ട് കിച്ചണിൽ ഇരുന്നോളും ചെയ്യും. ഞാനിവിടെ വേറൊരു സോക്സ് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ ചായയൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് പിടിച്ചിട്ട് തന്നെ ഇത് കുടിക്കാൻ പറ്റും. അപ്പം ഞാനിത് കുറച്ചും കൂടെ ഒന്നൊരു ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിത് കുഞ്ഞുങ്ങൾക്കാണിത് കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് പിടിക്കാനൊക്കെ ഒരു രസം വരാൻ തോന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ബട്ടൺസ് എടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ ഒന്ന് നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗണ്ണാണിത്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് സാധാരണ പശ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-3 കളറുള്ള ബട്ടൺസ് എടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസിൻ്റെ ബാക്കിൽ ഞാൻ പതുക്കെ ഗ്ലൂ ഒന്ന് വെച്ചിട്ട്, ഇതൊരു ഹോട്ട് ഗ്ലൂ ആണ്, ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇത് കുറച്ചും കൂടെ ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിത് കൊടുക്കുമ്പം അവർക്കും അത് അവരുടെ മഗ്ഗാന്ന് പറയുന്നൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കാര്യം. അടുത്തത് സോക്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ക്ലീനിങ് കാര്യത്തിനാണ്. ഇപ്പോൾ അവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുക. നമുക്കിവിടെ ചിലപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രഷ് ആണെങ്കിലും ഒന്നും അവിടെ എത്തിയെന്ന് വരില്ല. അങ്ങനത്തെ സമയങ്ങളിൽ ഇതുപോലൊരു സോക്സ് എടുക്കുക, നമ്മുടെ കയ്യിലിടുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കുട്ടി സ്പീക്കറൊക്കെ ക്ലീൻ ചെയ്യുകയാണ്, കണ്ടോ ഒത്തിരി പൊടിയുണ്ട്. ഞാൻ ഇതുപോലെ സോക്സ് വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ്. നല്ല വൃത്തിയിൽ അത് പോരും. നമുക്കിതിന് വേണ്ടി വേറെ ബ്രഷോ അങ്ങനെ ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൈ ആയതുകൊണ്ട് അതെവിടെ വേണമെങ്കിലും ചെന്നെത്തിക്കോളും. ഇനിയിപ്പം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് നല്ലതുപോലെ ഇത് വാഷ് ചെയ്തെടുത്ത് വീണ്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇത് ടി വി സ്ക്രീനൊക്കെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. വളരെ സോഫ്റ്റ് ആണല്ലോ സോക്സ്. അപ്പം ഈ സോക്സ് വെച്ചിട്ട് വളരെ നൈസായിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വരും. അടുത്തത് ടിപ്പ് നമ്പർ 8. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള പ്രശ്നമാണ്, കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് അവർ കസാരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിരക്കിക്കൊണ്ട് നടക്കും. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ വലിയവരാണെങ്കിൽ ഒന്ന് കസാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ഒക്കെ ഈ കസാര അങ്ങ് പോകുന്ന വഴി മുഴുവൻ അതിൻ്റെ മാർക്ക് ഉണ്ടാവും ഫ്ലോറിൽ. അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ കസാരയുടെ കാലിലൊക്കെ പഴയ സോക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴയ സോക്സ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക. അങ്ങനെ വരുമ്പം ഈ നമ്മൾ ഒത്തിരി അങ്ങ് നിരക്കിയാൽ പോലും ഇതിൻ്റെ ഫ്ലോറിൽ ഒരു മാർക്ക് പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് വേറൊരു ടിപ്പ്.
അടുത്തത് ടിപ്പ് നമ്പർ 9. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ പ്രത്യേകിച്ച് എപ്പോഴും വീഴ്ചയും വീണ് കഴിഞ്ഞെന്ന് ഉടനെ നെറ്റി മുഴക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ നിന്ന് ഓടിപ്പോയി ഐസ് എടുത്ത് കുഞ്ഞുങ്ങളുടെ നെറ്റിയിലെ മുഴയിൽ വെക്കുക ചെയ്യുക. അപ്പോൾ അന്നേരം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭയങ്കര തണുപ്പായതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള സമയങ്ങളിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പഴയ സോക്സിനകത്ത് ഈ ഐസ് ക്യൂബ്സ് എല്ലാം നിറച്ചിട്ട് അതൊന്ന് കെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആ സോക്സോട് കൂടെ തന്നെ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ എവിടെയാണ് മുഴ വന്നിട്ടുള്ളത് അവിടെ ഒന്ന് വെച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ടാണ് കാര്യം. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാവില്ല. വേദനയിൽ ഒരു തരിപ്പ്, നല്ല തണുപ്പ് വരുമ്പോൾ ഭയങ്കര ഒരു തരിപ്പ് പോലെയല്ലേ, അത് ഉണ്ടാവില്ല. ഒന്ന്. രണ്ട്, കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ഈ സോക്സോട് കൂടെ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല സ്മൂത്തായിട്ട് വരും ചെയ്യും. അടുത്തത് ടിപ്പ് നമ്പർ 10. നമ്മളെപ്പോഴും യാത്ര പോകുമ്പോൾ നമ്മൾ പെട്ടിയിലൊക്കെ ഷൂസ് ഉപയോഗിച്ച് ഷൂസ് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരുമ്പം നമ്മൾ സാധാരണ അതൊരു കവറിനകത്തൊക്കെ കെട്ടി വെക്കുകയാണ് പതിവ്. അപ്പോൾ ഇനി ഉപയോഗിച്ച ഷൂസ് നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ കവറിലൊക്കെ കെട്ടി കവറിൻ്റെ സ്പേസും കൂടെ നിങ്ങൾ കളയണ്ട. ഇതുപോലെ പഴയൊരു സോക്സ് എടുത്തിട്ട് ആ സോക്സിനകത്ത് നമ്മൾ ഉപയോഗിച്ച ഷൂസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ഒരു ഷൂവിന് ഒരു സോക്സേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ പഴയ സോക്സുകളൊക്കെ നമുക്ക് എടുത്ത് വെച്ച് ഇതുപോലെ അങ്ങ് അടുക്കി വയ്ക്കാം. അതാവുമ്പോൾ ഇനി ഷൂസിനകത്ത് പുറമേ ഉള്ള അതിൻ്റെ അഴുക്കെല്ലാം അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന തുണികളുടെ മേലെ ആവും എന്നുള്ള ഒരു പേടിയോ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടൈറ്റായിട്ടും നല്ല ഒതുങ്ങി പെട്ടിക്കകത്ത് ഇരുന്നോളും. അപ്പം നമ്മുടെ ഇനി വീട്ടിലുള്ള പഴയ സോക്സുകൾ അല്ലെ പേരില്ലാത്ത സോക്സുകളൊന്നും ഇനി കളയാൻ നിൽക്കണ്ട. നമുക്ക് ഇതുപോലെ കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.